ഹലോ മീഗോസ്, ഓല ഇലക്ട്രിക് ജെൻ 3. യെസ്, ഓല അവരുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ ജനറേഷൻ 3 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മെയിനായിട്ട് പെർഫോമൻസ്, റിലയബിലിറ്റി, സേഫ്റ്റി, ഇതിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസുമാണ് ഓല ഈ ഒരു ജെൻ 3 സ്കൂട്ടേഴ്സിന് ഫിക്സ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ജനറേഷൻ പവർ ട്രെയിൻ, അതുപോലെ ചെയിൻ ഡ്രിവൺ, ബ്രേക്ക് ബൈ വയർ, ഇമ്പ്രൂവ്മെൻറ്റ്സ് in the ECU, electronics improvements, MoveOS 5, ABS, ride by wire braking, ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഓല ഈ ഒരു ജെൻ 3 കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ 2 വേരിയൻസ് കൂടെ ഈ ഒരു S1 സ്കൂട്ടേഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കസ്റ്റമേഴ്സിന് അവരുടെ ബഡ്ജറ്റും പർപ്പസൊക്കെ അനുസരിച്ച് കുറച്ചും കൂടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജനറേഷൻ 3 സ്കൂട്ടേഴ്സിനെ കുറിച്ച് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. It's me, Ranko. Welcome back. ഓല ഇലക്ട്രിക് S1 സ്കൂട്ടേഴ്സ്. യെസ്, നമുക്കെല്ലാവർക്കും അറിയാം ഓല വളരെ പെട്ടെന്ന് മാർക്കറ്റിലേക്ക് വന്ന് ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിലെ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റിൽ കിങ് ആയി മാറിയ ഒരു കമ്പനിയാണ് ഓല. വളരെ പെട്ടെന്ന് മാർക്കറ്റിൽ വന്നുകൊണ്ട് തന്നെ ഓലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ടൊരു R&D ഒന്നും ചെയ്യാത്ത രീതിയിലാണ് ഓല ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു രീതിയിലുള്ള കംപ്ലൈൻസും റിലയബിലിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ജനറേഷൻ 1 ഓല S1 വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ അവർ ഈ ഒരു മാർക്കറ്റിലെ യൂസർ എക്സ്പീരിയൻസ് വെച്ച് ഈ ഒരു ജനറേഷൻ 2ലേക്ക് വന്നപ്പോൾ അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഫിക്സ് ചെയ്തു. കുറച്ചും കൂടെ റിലയബിലിറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു, കുറച്ചും കൂടെ ബെറ്റർ ആക്കി. ഇപ്പോൾ ഈ ഒരു ജനറേഷൻ 3ലേക്ക് എത്തി നിൽക്കുമ്പോൾ കുറച്ചും കൂടെ വണ്ടി റിലയബിൾ ആക്കി, കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നു, കുറച്ചും കൂടെ പ്രൊഡക്റ്റ് കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒന്നും കൂടെ അഫോർഡബിൾ ആയിട്ട് ഈ ഒരു സ്കൂട്ടറിനെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഓല എത്തിയിട്ടുണ്ട്. ഇപ്പം ശരിക്കും ഈ ഒരു ഓലയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ ഈ ഒരു ഓല സ്കൂട്ടേഴ്സിനെ റെക്കമെൻഡ് ചെയ്യാം എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ജനറേഷൻ 3ലേക്ക് വരുമ്പോഴും അവർ പെർഫോമൻസിലും അതുപോലെ തന്നെ റിലയബിലിറ്റിയിലും സേഫ്റ്റി ഫീച്ചേഴ്സിലെല്ലാം തന്നെ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 എക്സ്ട്രാ വേരിയൻസ് കൂടെ ഈ ഒരു S1 സ്കൂട്ടേഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ ആളുകൾക്ക് അവരുടെ ബഡ്ജറ്റിനും വ്യൂസിനും ഒക്കെ അനുസരിച്ച് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ജനറേഷൻ 3ലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ്സ് വന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ജെൻ 3ലേക്ക് വരുമ്പോൾ മോട്ടറിൽ ചേഞ്ചസ് ഉണ്ട്. അതായത് മുന്നേ ഉണ്ടായിരുന്ന ഈ ഒരു ഹബ് മോട്ടർ അവർ ചേഞ്ച് ചെയ്തിട്ട് മിഡ് ഡ്രൈവ് മോട്ടർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു MCUം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മോട്ടറിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പണ്ട് അതൊരു സെപ്പറേറ്റ് മൊഡ്യൂൾ ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റ് കുറക്കാനും അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 4% മോർ എഫിഷ്യൻസിയും അതുപോലെ തന്നെ 5 ടൈംസ് ബെറ്റർ റിലയബിലിറ്റി ഒക്കെ ഈ ഒരു പുതിയ മോട്ടർ കാരണം ഈ ഒരു സ്കൂട്ടറിൽ കൊണ്ടുവരാൻ ഓലക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം മാറ്റിയിട്ട് ഇപ്പോൾ നോർമൽ ചെയിൻ ഡ്രൈവ് സിസ്റ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു മിഡ് ഡ്രൈവ് മോട്ടറും അതുപോലെ തന്നെ ഈ ഒരു ചെയിൻ ഡ്രൈവും വന്നുകൊണ്ട് തന്നെ 2% മോർ എഫിഷ്യൻസി, അതുപോലെ 10% ഇംപ്രൂവ്ഡ് ആക്സിലറേഷൻ, അതുപോലെ ഈ ഒരു ചെയിന് ഒന്നും കൂടെ ലൈഫ് കൂടുതൽ കിട്ടുന്നതാണ് ഓല ക്ലെയിം ചെയ്യുന്നത്. ഒരു 2 ടൈംസ് ലോങ്ങർ ലൈഫ് ബെൽറ്റ് ഡ്രൈവിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചെയിൻ ഡ്രൈവിന് 2 ടൈംസ് ലോങ്ങർ ലൈഫ് കിട്ടുന്നതാണ് ഓല ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ജെൻ 2ലും ജെൻ 1ലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ECU അവർ ഒരു സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് ബോർഡ് ECU ആക്കി മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു പവർഫുൾ പ്രോസസ്സിംഗ് ചിപ്പൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് ബോർഡാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ആഡാസ് ഒക്കെ ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ പറ്റിയ രീതിയിലുള്ള ഒരു ECU ആണ് ഇപ്പം ഈ ഒരു ജെൻ 3ൽ ഓല യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം ഓല കൊണ്ടുവന്നത് ബ്രേക്ക് ബൈ വയർ ടെക്നോളജിയാണ്. അതായത് നമ്മുടെ റൈഡ് ബൈ വയർ ത്രോട്ടിൽ പോലെ തന്നെ ബ്രേക്ക് ബൈ വയർ, അതായത് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഓല കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഒരു ബ്രേക്ക് ലീവറിൽ ഒരു സെൻസർ ഉണ്ട്, അത് പേറ്റന്റ് ചെയ്തിട്ടുണ്ട് ഓല, ഒരു പുതിയ ടെക്നോളജിയാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് ബ്രേക്കിംഗ് പ്ലസ് മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആ ഒരു രീതിയിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഈ ഒരു റീജൻ സിസ്റ്റം ഒക്കെ ഈ ഒരു പുതിയ ജനറേഷൻ 3 ഓലയിൽ ഇൻക്ലൂഡഡ് ആണ്. ABSും അവർ ഈ ഒരു പുതിയ ജനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ന്യൂ ജനറേഷനിലെ എല്ലാ S1 സ്കൂട്ടേഴ്സിലും
സിംഗിൾ ചാനൽ ABS ഉണ്ട്. ടോപ്പ് വേരിയന്റിൽ മാത്രം ഡുവൽ ചാനൽ ABSും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു റീജൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ 50% മോർ റേഞ്ചും ഈ ഒരു ബ്രേക്ക് ബൈ വയർ ടെക്നോളജി ഉള്ളതുകൊണ്ട് ബ്രേക്ക് പാഡ്സിന്റെ ലൈഫ് 2 times ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനും സാധിക്കും എന്നൊക്കെയാണ് ഓല ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സും ഈ ഒരു ജനറേഷൻ 3 വേരിയൻസിൽ ഓല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജനറേഷനിൽ വന്നിട്ടുള്ള മറ്റൊരു ഫീച്ചർ ഓലയുടെ പുതിയ OS ആണ്, MoveOS 5. അതും ഈ ഒരു Gen 3യുടെ കൂടെ ഓല ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കൂട്ടർ വരുന്നതോട് കൂടെ ഈ ഒരു MoveOS 5ഉം ഓലയിൽ ഇനാബിൾ ആവും. MoveOS 5ലെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ DIY മോഡ് വരുന്നുണ്ട്, സ്മാർട്ട് പാർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് ആപ്പ് വരുന്നുണ്ട്, ഭാരത് മോഡ് വരുന്നുണ്ട്, അതേപോലെ SOS അലേർട്ട്സും വരുന്നുണ്ട്. ഇതുപോലെ തന്നെ കൂടുതൽ ഫീച്ചേഴ്സ് ഭാവിയിൽ ഇൻക്ലൂഡഡ് ആവാനും ചാൻസ് ഉണ്ട്. ADAS ഒക്കെ പോലെയുള്ള പുതിയ ഫീച്ചേഴ്സും അവർ ഭാവിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് എസ്തെറ്റിക് ചേഞ്ചസ് ഉണ്ട്, അതായത് സീറ്റിൻ്റെ എയർ ഗ്രൗണ്ട്സ് ഒക്കെ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രാബ് റീലിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സ്പോർട്ടി ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നമ്മുടെ അലോയ് വീലിൽ വരുന്ന ഒരു സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ, കുറച്ച് റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറച്ച് എസ്തെറ്റിക് ചേഞ്ചസും ഈ ഒരു പുതിയ Gen 3 വരുമ്പം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് Gen 3യിൽ പുതുതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഇനി ഈ ഒരു Gen 3യിൽ വന്നിട്ടുള്ള വേരിയൻസിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 2 പുതിയ വേരിയൻസ് ഈ ഒരു S1 സ്കൂട്ടർ സെഗ്മെന്റിൽ ഓല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർമലി ജനറേഷൻ 1ലും ജനറേഷൻ 2ലും ഒക്കെ S1Xും അതുപോലെ തന്നെ S1 Proയും ഉള്ളതിന് ഇപ്പം ഈ ഒരു ജനറേഷൻ 3 വന്നതോടുകൂടി ഒരു S1X Plusഉം അതുപോലെ തന്നെ S1 Pro Plusഉം ഓല ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വേരിയന്റ് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്തതാണ്. ഓല S1Xലേക്ക് നോക്കുകയാണെങ്കിൽ S1Xൽ 3 ബാറ്ററി പാക്ക് വേരിയൻസ് അവൈലബിൾ ആണ്. 2 kWh, 3 kWh, അതുപോലെ 4 kWh. പീക്ക് പവർ വരുന്നത് 7 kW ആണ്. അതുപോലെ തന്നെ 123 km/h ടോപ്പ് സ്പീഡും ഉണ്ട്. 242 km ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ ആക്സിലറേഷൻ വരുന്നത് 0 to 43 seconds ആണ്. ഇനി S1X Plusലേക്ക് വരുമ്പോൾ 4 kWh ഒരേ ഒരു വേരിയൻറ്റ് മാത്രമാണുള്ളത്. ഇതിൻ്റെ പീക്ക് പവർ വരുന്നത് 11 kW ആണ്. അതുപോലെ തന്നെ 125 km/h ടോപ്പ് സ്പീഡ്, 242 km റേഞ്ച്, ആക്സിലറേഷൻ വരുന്നത് 0 to 40 2.7 seconds ആണ്. ഈ ഒരു S1X Plusൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സും കൊടുത്തിട്ടുണ്ട്. S1Xന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 2 kWh പ്രൈസ് വരുന്നത് 79,999 ആണ്. അതുപോലെ 3 kWh റേറ്റ് വരുന്നത് 89,999 ആണ്. 4 kWh 99,999 ആണ്. S1X Plusന്റെ റേറ്റ് വരുന്നത് 107,999 ആണ്. ഇനി S1 Proയിലേക്ക് നോക്കുകയാണെങ്കിൽ S1 Proയിൽ 2 ബാറ്ററി പാക്ക് വേരിയൻസ് അവൈലബിൾ ആണ്. 3 kWh അതുപോലെ 4 kWh. 11 kW പീക്ക് പവർ ആണ് വരുന്നത്. അതുപോലെ 125 km/h ടോപ്പ് സ്പീഡ്, 242 km റേഞ്ച്, ആക്സലറേഷൻ വരുന്നത് 0 to 40 2.7 seconds ആണ്. S1 Proന്റെ റേറ്റ് വരുന്നത് 3 kWh ബാറ്ററി പാക്കിന് 114,999 അതുപോലെ 4 kWh ബാറ്ററി പാക്കിന് 134,999 ആണ് വരുന്നത്. ഇനി S1 Pro Plusലേക്ക് നോക്കുമ്പോൾ 2 വേരിയൻസ് ആണ് ഈ ഒരു S1 Pro Plusൽ വരുന്നത്. 4 kWh ഒരു വേരിയൻറ്റും അതുപോലെ 5.3 kWh വേരിയൻറ്റും. S1 Pro Plusന്റെ പീക്ക് പവർ വരുന്നത് 13 kW അതുപോലെ 141 km/h ടോപ്പ് സ്പീഡ് വരുന്നുണ്ട്. 320 km റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 0 to 40 ആക്സിലറേഷൻ വരുന്നത് 2.1 seconds ആണ്. ഈ ഒരു വേരിയൻസിലാണ് അവർ ഡുവൽ ചാനൽ ABS ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ 5.3 kWh ബാറ്ററി പാക്ക് വരുന്ന വേരിയൻറ്റ് വരുന്നത് ഈ ഒരു ഓലയുടെ പുതിയ ഇന്നോവേഷൻ ആയിട്ടുള്ള ഭാരത് സെൽ 4680 സെൽസ് വെച്ചിട്ടുള്ള ബാറ്ററിയാണ് ഈ ഒരു 5.3 kWh വരുന്നത്. S1 Pro Plusന്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 4 kWh 154,999 അതേപോലെ 5.3 kWh 169,999 ആണ് വരുന്നത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു Gen 3യിലെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ എല്ലാ മോഡലിലും അവൈലബിൾ ആണ്. പിന്നെ ഡുവൽ ചാനൽ ABS, അതുപോലെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ്, ഇങ്ങനെ ഇതുപോലെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് ഈ ഒരു വേരിയൻസിൽ ചേഞ്ചസ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. ഇതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും.
അതുപോലെ ഫെബ്രുവരി മിഡോട് കൂടിയിട്ട് ഈ ഒരു ജെൻ 3 സ്കൂട്ടേഴ്സ് എല്ലാം തന്നെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ജെൻ 3 വരുന്നതോട് കൂടി നമ്മുടെ ജനറേഷൻ 2 ഓല വിത്തൽഡ് ചെയ്തിട്ടില്ല. ആ ജനറേഷൻ 2 ഈ ഒരു ജെൻ 3യുടെ കൂടെ തന്നെ സെയിൽ ചെയ്യുന്നതാണ് ഓല പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജനറേഷൻ 2 ചെറിയൊരു പ്രൈസ് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് S1 Xൽ 2 kWh 69,999, അതുപോലെ 3 kWh 79,999, അതുപോലെ 4 kWh 89,999 ആണ് പുതിയ റേറ്റ്. അതേപോലെ S1 Proന് 114,999 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഓലയുടെ ജെൻ 3 ഇവൻറ്റ്സിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലോഞ്ച് ഇവൻ്റ് ഓല അവസാനിപ്പിക്കുന്നത് ഈ ഒരു ഫെബ്രുവരി 5 പുതിയ ഒരു ലോഞ്ച് ഇവൻ്റ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് നമ്മുടെ ഓലയുടെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് അതിൻ്റെ ചെറിയൊരു ടീസറൊക്കെ പുറത്തിട്ടുകൊണ്ടാണ് ഓല അവരുടെ ലോഞ്ച് ഇവൻ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 5 ഓലയുടെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പുതിയ ജെൻ 3 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ, അതുപോലെ തന്നെ ജെൻ 2 യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊക്കെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ശരിക്കും ഈ ഓലയുടെ S1 Pro Plus വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഒരുപാട് റേഞ്ച് ഉണ്ട്, 320 കിലോമീറ്ററിൻ്റെ റേഞ്ചും അതുപോലെ തന്നെ പെർഫോമൻസിലും നല്ല ചേഞ്ചസ് ഉണ്ട്. 141 ഒക്കെ ടോപ്പ് സ്പീഡ് കിട്ടുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഞാൻ കൂടുതലായിട്ട് എക്സൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റേറ്റും ഓല ഒരുപാട് നല്ല രീതിയിൽ അഫോർഡബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് റേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുണ്ട് എന്നാണ്. എന്തായാലും ഈ ഒരു ജനറേഷൻ 3ൻ്റെ യൂസർ എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാലേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇതുപോലെ ഒരു കോമ്പറ്റീറ്റർ എപ്പോഴും ഉള്ളത് നല്ലതാണ്. കാരണം ബാക്കിയുള്ളവർക്ക് കുറച്ചും കൂടെ ഇന്നോവേറ്റീവായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരാനും പ്രൈസിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് ഒക്കെ വരാനൊക്കെ ഇതുപോലുള്ളൊരു ബ്രാൻഡ് എപ്പോഴും ഉള്ളത് നല്ലതാണ് കോമ്പറ്റേറ്റീവായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ഫ്രാങ്കോ സൈനിങ് ഔട്ട്. ബൈ.